ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സംടൈംസ് സിംപ്ലി കുക്കിംഗ്. ഇത് നമ്മൾ നാടൻ രീതിയിലുള്ള ഒരു ബീഫ് വരട്ടിയതാണ് തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 2 കിലോ ബീഫാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അല്പം മല്ലിപ്പൊടി, അല്പം ചെറുനാരങ്ങ നീര്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്തിട്ട് 1 മണിക്കൂർ മുന്നേ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ കുക്കറിലോട്ടിട്ട് ഒരു 5 വിസിൽ സിമ്മിൽ കിടന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ഇഞ്ചി പച്ചമുളകൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയാണ് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ സവാളയും നീളത്തിൽ തന്നെയാണ് അരിഞ്ഞേക്കുന്നത്. ഞാനിവിടെ 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ടെങ്കിലും സവാളയൊക്കെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. 2 സവാള, 2-3 ചെറിയുള്ളി അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളൂ. കാരണം ഇത് നമുക്ക് 2 ദിവസം കൂടുതൽ യാത്ര ചെയ്യുകയൊക്കെ ആണെങ്കിൽ 2 ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാം. ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ചീത്തയാവില്ല. സവാളയൊക്കെ അധികം എടുക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകും. പിന്നെ ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് കീറിയതും, കുറച്ച് കാന്താരി മുളകും, പിന്നെ വെളുത്തുള്ളി ചതച്ചതും, പിന്നെ കറിവേപ്പിലയും, പിന്നെ തേങ്ങാക്കൊത്ത് ഇതുപോലെ ഞാൻ ഇച്ചിരി വലിപ്പത്തിൽ നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് നമ്മൾ ഈ ചേർക്കുന്ന മസാലയാണ്. ഈ മസാലക്കൊട്ട് ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കൊത്തമല്ലി, ഒരു കഷ്ണം പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പു, പിന്നെ പെരിഞ്ജീരകം ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഏലക്ക, ഒരു സ്റ്റാർ, ഇതൊക്കെയാണ് എടുത്തേക്കുന്നത്. പിന്നെ 2-3 വറ്റൽമുളകും. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ച് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് വേവിന് എനിക്ക് ബീഫ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് ഇന്ന് ബീഫ് വരട്ടിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി വച്ചിട്ടുണ്ട് അടുപ്പിലേക്ക്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ആവശ്യം ആ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും ശരിക്കും ബീഫ് വരട്ടിയതിനൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ്. അപ്പം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ബീഫ് ഇതുപോലെ വരട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ അധികം ചേർക്കണം. കാരണം ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ബീഫ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഇച്ചിരി അധികം എടുക്കുന്നത്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളോട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും, കൂടെ തന്നെ പച്ചമുളക് കീറിയതും, പിന്നെ അല്പം കറിവേപ്പിലയും, പിന്നെ നമ്മളെടുത്ത് വെച്ച ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതുപോലെ ബീഫ് വിറകടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഉണ്ടാക്കുന്ന ബീഫിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാൻ ആ സവാളയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെയാണ് തേങ്ങ മൂപ്പിച്ചെടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് മൂപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് അവിടെ എടുത്ത് വെച്ചാൽ മതി. ഇച്ചിരി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് അതിലേക്ക് തന്നെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സവാളയും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ആ മസാലപ്പൊടി കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ മസാലപ്പൊടിയാണ് നമ്മുടെ ഈ ബീഫ് വരട്ടിയതിൻ്റെ സീക്രട്ട് റെസിപ്പി. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നേരത്തെ തേങ്ങാക്കൊത്ത് ചെയ്ത പോലെ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്തേക്കുന്നത്. മസാലപ്പൊടി 2.5 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ പൊടിച്ച് വെക്കാതെ ഇത് ചെയ്യുമ്പോൾ അതിന് കൂടെ തന്നെ ഇത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാതെ നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് പറ്റും.
മസാലപ്പൊടി കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ മറ്റു പൊടികൾ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പൊടികൾ ചേർത്തിട്ടാണ് ബീഫ് വേവിച്ച് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഗ്രേവി എടുക്കണില്ല. നമ്മൾ ബീഫ് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. കഷ്ണങ്ങൾ മാത്രം ഊറ്റി എടുത്തിട്ടാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ മസാല, നമ്മൾ ഇട്ട മസാലയൊക്കെ ഈ ബീഫിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ബീഫിലിപ്പം അല്പം വെള്ളം ഉണ്ടാവും. ഈ വെള്ളമൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഇച്ചിരി അധിക സമയം തന്നെ ചെറുതീയിലിട്ടിട്ട് നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. പിന്നെ കൂടെ തന്നെ അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അല്പം വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ബീഫിന് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ അല്പം വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറു തീയിലിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ. നല്ലോണം തീ കത്തിക്കാതെ ചെറിയ തീയിലിട്ട് ചെയ്യുമ്പോഴായിരിക്കും കരിഞ്ഞു പോകാതെ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നമ്മൾ അല്പം കൂടെ കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം പച്ചമുളകും. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.